നമ്മുടെ മലയാള നോവലിൻ്റെ ചരിത്രം അതിദീർഘമായ ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കേട്ടിട്ടുള്ള ആദ്യകാല നോവലുകളുടെ പേരുകൾ മുഴുവനും സ്ത്രീകളുടേതാണ് എന്ന് നിങ്ങൾക്കറിയുമായിരിക്കും. ലക്ഷണമൊത്ത നോവൽ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ദുലേഖ എന്ന് പറയും, ലക്ഷണം തികയാത്ത നോവൽ ചോദിക്കുമ്പോൾ കുന്തലത എന്ന് പറയും. പക്ഷെ ഇതെല്ലാം പുരുഷന്മാരെഴുതിയ നോവലാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പു നെടുങ്ങാടി എന്നും ചന്തുമേനോനും എന്നൊക്കെ പറയുന്ന അതിഗംഭീരന്മാരായ പുരുഷന്മാരാണ് സ്ത്രീകളുടെ നാമധേയത്തിലുള്ള ശീർഷകങ്ങളിലുള്ള നോവലുകൾ എഴുതിയത്. എന്നാൽ നമ്മുടെ നോവൽ ചരിത്രത്തിന്റെ അങ്ങേ തലക്കിലേക്ക് നോക്കിയാൽ അത് 1852 ഒരു ബംഗാളി നോവലിന്റെ വിവർത്തനമായിട്ട് വന്ന ഒരു കൃതിയാണ് എന്ന് മനസ്സിലാക്കുക. 1852 എന്ന് പറയുമ്പോൾ 1889 ചന്തുമേനോന്റെ ഇന്ദുലേഖ വന്നത്. അതിനും എത്രയോ മുമ്പാണ് എന്ന് ഓർമ്മിക്കണം. ഒരു പക്ഷേ ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിയിൽ ദുർഗേശ് നന്ദിനി എഴുതുന്നതിനും 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഹന കാതറിൻ മുള്ളൻസ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വനിത ബംഗാളി ഭാഷ പഠിച്ച് അവിടെ എഴുതിയ ഫുൽമോനി ഓർ കോരുണ ബിബരൺ, ബംഗാളിലെ ബിബരോൺ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ വിവരണം എന്ന് പറയുന്ന അർത്ഥമാണ്. അന്ന് നോവൽ എന്ന് പറയുന്ന സംജ്ഞ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഫുൽമണി എന്നും കോരുണ എന്നും, കോരുണ എന്ന് വെച്ചാൽ കരുണ തന്നെയാണ്. നമ്മുടെ കരുണ എന്നുള്ള പേരിൻ്റെ ബംഗാളി ഭാഷ്യമാണ് കോരുണ. ഫുൽമണി എന്ന് പറയുന്ന ഒരു പേരാണ്, പെൺപേരാണ്, സ്ത്രീ പേരാണ്. ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പേരിൽ തോമസ് പീറ്റ് എന്ന് പറയുന്ന റവറൻഡ് മലയാള ഭാഷയിലേക്ക് ആ ബംഗാളി നോവലിനെ, ഒരു യൂറോപ്യൻ വനിത ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകത്തെ മലയാളത്തിലേക്ക് ഒരു റവറൻഡ് ജോസഫ് പീറ്റ് തർജ്ജമ ചെയ്തതാണ്, മലയാളത്തിലേക്ക് ആക്കിയതാണ് നമ്മുടെ ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ നോവൽ എന്ന് പറയാം സാങ്കേതികമായിട്ട്. അതിനും കുറെ കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷണമൊത്തതും ലക്ഷണമൊക്കാത്തതുമായ നോവലുകളൊക്കെ വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഒരുപക്ഷെ സ്ത്രീയുടെ ജീവിതം എഴുതപ്പെടേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തോടെ അത് എഴുതി വയ്ക്കാൻ ധൈര്യപ്പെട്ടത് ഇന്ത്യക്കാരി അല്ലെങ്കിലും ഈ ഹന കാതറിൻ മുല്ലൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്, സ്ത്രീയാണ്. ആ പുസ്തകമാണ് 52 എഴുതപ്പെട്ട പുസ്തകം 54 1800 ആണെന്ന് ഓർക്കണം, 1854 മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് എത്തിയത്. അപ്പോൾ നോക്കൂ, ജീവിതം എന്ന് പറയുന്ന എല്ലാവരും കഥയ്ക്കും കവിതയ്ക്കും നോവലിനും മറ്റ് ഇതര ഗദ്യാഖ്യാനങ്ങൾക്കും ഉപാധിയാക്കുന്ന ഈ അസംസ്കൃത വസ്തു, ജീവിതം എന്ന് പറയുന്ന അസംസ്കൃത വസ്തു നോവലാക്കി നമ്മൾ സാഹിത്യ രൂപത്തിൽ മാറ്റി അക്ഷരങ്ങളിൽ ആവാഹിച്ച് ഒരു പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൽ സ്ത്രീയുടെ ജീവിതമാണ് എഴുതപ്പെടേണ്ടത് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ സ്ത്രീയാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്ന തോന്നൽ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ സ്വമേധയാ സഹജമായിട്ട് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുന്തലത എന്നും ഇന്ദുലേഖ എന്നും പറയുമ്പോൾ അതിൻ്റെ പേര് സ്ത്രീയുടേതാണെങ്കിലും അതിൽ പറയുന്ന കഥ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീയെ പറ്റിയാണെങ്കിലും അതിൽ നായിക, പ്രധാന കഥാപാത്രം ഒരു സ്ത്രീയാണ് എന്ന് പറയാമെങ്കിലും അത് എഴുതിയത് പുരുഷനാണ് എന്നൊരു മറുവാദം ഉള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അങ്ങനെയല്ല, അതിന് വളരെ മുമ്പ് തന്നെ ഒരു സ്ത്രീ എഴുതിക്കൊണ്ടാണ് മലയാളത്തിൽ നോവൽ രംഗപ്രവേശം ചെയ്തതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പം എന്താണ് സ്ത്രീയുടെ ജീവിതത്തിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇപ്പം ഇന്ദു ലേഖ എന്ന് പറയുന്ന ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അദ്ദേഹം ജഡ്ജിയായിരുന്നു. അതിൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മട്ടിലുള്ള നോവലുകൾ വായിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ചന്തുമേനോൻ വിശദമായിട്ട് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മട്ടിലുള്ള നോവലുകൾ, അവൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മട്ടിലുള്ള പുസ്തകങ്ങൾ വായിച്ച് രസിപ്പാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അവിടെയും ഒരു സ്ത്രീ വായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം ഈ നീണ്ട കഥ എന്ന് നമ്മൾ പിന്നീട് വിളിച്ച ഈ നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം സ്ത്രീയുടെ ജീവിതം വേണ്ട പോലെ എഴുതപ്പെടുന്നില്ല എന്നൊരു തോന്നൽ സ്ത്രീയെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം എന്നുള്ളതാണ്. നമ്മൾ അമ്മയായിട്ടും പെങ്ങളായിട്ടും കാമുകിയായിട്ടും ഭാര്യയായിട്ടും മകളായിട്ടും സഹോദരിയായിട്ടും ശിഷ്യയായിട്ടും സഹപ്രവർത്തകയായിട്ടും അധ്യക്ഷയായിട്ടും പുസ്തക ഗ്രന്ഥകർത്തയായിട്ടും ഒക്കെ സ്ത്രീകളെ കാണുന്നുണ്ട് ധാരാളം. എന്നാൽ ഈ സ്ത്രീയുടെ ജീവിതം വേണ്ട വിധത്തിൽ പുരുഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, സ്ത്രീ തന്നെയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിരാശാജനകമായ ഒരു നോ, ഇല്ല എന്നാണ് പലപ്പോഴും പറയേണ്ടി വരിക. ഞാൻ എൻ്റെ ആദ്യത്തെ നോവല് മനുഷ്യനാമുഖം എഴുതിയപ്പോൾ, മനുഷ്യനൊരാമുഖം എന്നാണ് അതിൻ്റെ പേര്, പ്രിഫേസ് ടു മാൻ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ അതിൻ്റെ പേര് വന്നത്. എന്നോട് പലരും വിളിച്ചു പറഞ്ഞ ഒരു സങ്കടം, ഇത് പ്രിഫേസ് ടു മാൻ എന്ന് പറഞ്ഞാൽ പുരുഷനൊരാമുഖം എന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിൽ സ്ത്രീകൾ പ്രായണ കുറവാണ്, സ്ത്രീയുടെ ജീവിതം പ്രായണ കുറവാണല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ എഴുത്തുകാർക്ക് സ്ത്രീയുടെ ജീവിതം പഠിച്ചെഴുതുവാൻ, സ്ത്രീയുടെ മനസ്സിലേക്ക് പ്രവേശിക്കുവാൻ, സ്ത്രീക്ക് വേണ്ടി ശബ്ദിക്കുവാൻ
സ്ത്രീയുടെ വികാര വിചാരങ്ങൾ ഭാഷയിൽ ആവിഷ്കരിക്കുവാൻ സാമാന്യേന ഒരു വൈക്ലഭ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമുദ്രശില എന്ന് പറയുന്ന 10 വർഷം സമുദ്രശില എന്നൊരു നോവൽ എഴുതുമ്പോൾ അതിൻ്റെ ആമുഖവാചകമായിട്ട് എൻ്റെ സമർപ്പണമായിട്ട് എഴുതി സ്ത്രീയാണ് കൂടുതൽ വലിയ മനുഷ്യൻ എന്ന ഒരു വാചകം അതിലെഴുതി ചേർത്ത്. സ്ത്രീയാണ് കൂടുതൽ വലിയ മനുഷ്യൻ എന്നൊരു വാക്ക്. സ്ത്രീയുടെ മനസ്സിലേക്ക് കടന്നിരുന്നുകൊണ്ട് ഒരു പുസ്തകം എഴുതുവാൻ സാധിക്കുമോ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം, ദുരാഗ്രഹം എന്ന് തന്നെ പറയട്ടെ, അതാണ് സമുദ്രശില എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അംബ എന്ന് പറയുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മകൻ്റെ അമ്മ, 21 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയെ പറ്റിയാണ് അത് എഴുതിയത്. അത് വായിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇതെങ്ങനെ ഈ സ്ത്രീകളുടെ മനസ്സ് ഇത്രയും കൃത്യമായിട്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു അത്ഭുതമൊന്നുമല്ല. നമ്മൾ വെറുതെ നമ്മുടെ സൈഡിലേക്ക്, ഭാര്യയിലേക്ക് നോക്കിയാൽ, നമ്മുടെ മകളിലേക്ക് നോക്കിയാൽ, നമ്മുടെ അമ്മയിലേക്ക് നോക്കിയാൽ, ഇത് ലൈംഗികാവയവങ്ങൾ മാത്രമുള്ള ഒരു മാദകത്തിടമ്പാണ് എന്നുള്ള തെറ്റായ ഒരു ധാരണയെ മാറ്റിവെച്ച് നോക്കിയാൽ വേദനയും വിഷമവും ദുഃഖവും ഖേദവും പുരുഷന്മാർക്കുള്ള എല്ലാ വികാരങ്ങളും അവർക്കുള്ളതിനേക്കാൾ സത്യസന്ധമായി, ഈ വൈകാരിക സത്യസന്ധത ആണിനേക്കാൾ കൂടുതലാണ് പെണ്ണെന്ന് പെണ്ണുങ്ങളെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വൈകാരികമായ സത്യസന്ധത പുരുഷനേക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടിയാണ് സ്ത്രീയിലുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഒളിച്ചോടി പോകാന്ന് പറയുമ്പോൾ ഇവളൊരു തോർത്ത് മുണ്ടെടുത്ത് ഇറങ്ങിപ്പോരുന്നത്, രാത്രി അമ്മയെ അച്ഛനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോരുന്നത് ഇയാൾ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇയാൾ എന്നെ പൊന്നുപോലെ നോക്കും എന്നുള്ള ഈ അധമനായ കാമുകൻ പറയുന്ന പുന്നാര വാക്കുകൾ വിശ്വസിക്കുകയാണ്. വൈകാരികമായ സത്യസന്ധത കൊണ്ടാണ്. ഇയാൾ പറയുന്ന നേരാണ്. വാക്ക് എന്ന് പറയുന്നത് സത്യമാണ് എന്ന് ഒരു സ്ത്രീ, അവൾ പുരുഷനെ അറിയുന്നത് വാക്കിലൂടെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ മമ്മൂട്ടിയെ കണ്ടാൽ ഭ്രമിക്കുന്നവരൊന്നുമല്ല സ്ത്രീകൾ. മനുഷ്യത്വം കണ്ടാൽ ഭ്രമിക്കുന്നവരാണ് പെണ്ണുങ്ങൾ പൊതുവിൽ. അത് സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കും, അറിയാൻ പറ്റും. അതിസുന്ദരനായ ഒരു മനുഷ്യനെ നമ്മൾ കരുതുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് 6 പാക്കോ എന്താ പറയല്ല, 6 പാക്കുള്ള ആണിനെ കാണുമ്പോൾ മോഹിക്കുന്ന പെണ്ണൊന്നും ലോകത്ത് എവിടെയില്ല. അങ്ങനെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇല്ല എന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും അറിയാം. പെണ്ണുങ്ങളെ അറിയാവുന്ന ആണുങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതൊന്നും അവരുടെ മോഹവലയത്തിൽപ്പെട്ട സംഗതികളെ അല്ല. പക്ഷെ നല്ല വാക്ക് പറയുന്ന ഒരാളെ, തൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഒരു പുരുഷനെ, തന്നെ കരുതലോടെ ചേർത്ത് പിടിക്കാൻ കെൽപ്പുണ്ട് എന്ന് അവൾക്ക് ബോധ്യമുള്ള ഒരു പുരുഷനെ സ്ത്രീകൾ ഒരുപക്ഷെ ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരാളായിട്ട് വിചാരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പ്രണയഭംഗം വന്ന സ്ത്രീകൾ പെട്ടെന്ന് ഭക്തിയിലേക്ക് ചാടിപ്പോകുന്നത്. അതുകൊണ്ടാണ്. അത് എല്ലാ മതത്തിലും അതുപോലെയാണ്. ഈ ഗുരുവായൂരൊക്കെ വന്നാൽ ഇങ്ങനെ വലിയ കുരി തൊട്ട് നടക്കുന്ന സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ നമുക്കറിയാം അവർക്കൊരു പ്രണയഭംഗം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തോ അവർ ദൈവത്തെ പോലെ കരുതിയ ഒരാൾ അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് അഭയം ഈ ദൈവം കണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന സങ്കല്പമാണെങ്കിൽ സങ്കല്പം ഉണ്ടെങ്കിലുണ്ട്, കിട്ടിയല്ലോ. അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് അവർ ചായുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വൈകാരികമായിട്ടുള്ള സത്യസന്ധതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സ്ത്രീയുടെ ഈ മനസ്സ് ആവിഷ്കരിക്കുവാൻ, സ്ത്രീയെപ്പറ്റി എഴുതുവാൻ മലയാളത്തിൽ ആദ്യകാലത്ത് വളരെ കാലത്തേക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഖേദകരമായ അവസ്ഥയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഒരു സ്ത്രീ എഴുതിയ പുസ്തകത്തിന്റെ വിവർത്തനമായിട്ട് കൂടി മലയാളത്തിൽ സ്ത്രീ നോവൽ, പെൺ എഴുത്തുകാരികൾ എന്ന് നമ്മൾ പിൽക്കാലത്ത് വിളിച്ച, അല്ലെങ്കിൽ വിമൻ റൈറ്റേഴ്സ് എന്ന് പറയാവുന്ന ആളുകൾ വളരെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ 1889 ഇന്ദുലേഖ എന്ന് പറയുന്ന ലക്ഷണമൊത്ത നോവല് ചന്തുമേനോൻ എഴുതിയിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് പിന്നീട് മാർത്താണ്ഡവർമ്മ, CV രാമപിള്ള മാർത്താണ്ഡവർമ്മ എഴുതി, രാമരാജ ബഹദൂർ എഴുതി, ധർമ്മരാജ എഴുതി. അതിനൊക്കെ ശേഷം എത്രയോ വലിയ വലിയ നോവലുകൾ, മലയാളത്തിലെ പ്രധാനപ്പെട്ട നോവലുകൾ വന്നിട്ടാണ് പിൽക്കാലത്ത് ഒരു ലളിതാംബിക അന്തർജനമോ ഒരു സരസ്വതി അമ്മയോ കല്യാണിക്കുട്ടി അമ്മയോ തുടങ്ങിയ എഴുത്തുകാരികൾ വളരെ പിന്നീടാണ് അറച്ചറച്ച് എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തോടു കൂടി തന്നെ അറച്ചാണ് വന്നത്. ഈ പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ മഹാമണ്ഡപങ്ങളിലേക്ക്, സഭകളിലേക്ക് ഞങ്ങൾ എങ്ങനെ കടന്നു വരും എന്നുള്ള ആകുലത അവരെ ദീർഘകാലം തങ്ങളുടെ എഴുത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഇത് ലോക സാഹിത്യം എടുത്താലും ഇതൊരു നിദർശനമായിട്ട്, ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഗംഭീരങ്ങളായിട്ടുള്ള നോവലുകൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വരും. അത് ഷമിനൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 28 വയസ്സിൽ മരിച്ചുപോയ, ചത്തുപോയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ശരി. കാരണം ഒരു പാതിരി അച്ഛൻ്റെ 3 പെൺമക്കളിൽ ഒരാളായിരുന്നു ഈ ബ്രോണ്ടി സിസ്റ്റേഴ്സിൽ ഒരാളാണ് എമിലി ബ്രോണ്ടി. വുതറിംഗ് ഹൈറ്റ്സ് എന്ന് വെച്ചാൽ അതിശക്തമായ കാറ്റടിക്കുന്ന, മഞ്ഞ് ചൂഴുന്ന മലകൾക്കിടയിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ആ പ്രകൃതിയുടെ പ്രതികൂലമായിട്ടുള്ള പ്രകൃതിയുടെ പ്രാതികൂല്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേരാണ് വുതറിംഗ് എന്ന് വെച്ചാൽ. അതിൻ്റെ അർത്ഥം അതാണ്. ഹൈറ്റ്സ് എന്ന് വെച്ചാൽ മലയിടുക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ കല്യാണം കഴിക്കുവാൻ അനുവാദമില്ലാതെ വളരെ
സ്വാർത്ഥനായ ഒരു പിതാവിന്റെ 3 പെൺമക്കളിൽ ഒരാളായിട്ട് ജീവിച്ച് അവർ 3 പേര് എഴുതുക, 3 പെൺമക്കൾ എഴുതുമായിരുന്നു. അവരിൽ ഏറ്റവും ഇളയവൾ ഒളിച്ചും പാത്തും എഴുതി തീർത്ത പുസ്തകമാണ് വുദറിംഗ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം. നിങ്ങൾ ഒരു പക്ഷേ അത് മലയാളത്തിൽ വായിക്കാൻ കിട്ടും, ഇംഗ്ലീഷിൽ വായിക്കാൻ എളുപ്പമാണ്, വളരെ സുന്ദരമായ ഭാഷയാണ്. ഒരിക്കലെങ്കിലും അത് വായിച്ചിട്ടുള്ളവർ അതിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനല്ല, പിന്നീട് നമ്മളെ രണ്ടായിട്ട് തിരിക്കുന്നൊരു പുസ്തകമാണത്. അത് വായിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഒരു പുതിയ ജന്മത്തിലേക്ക് പ്രവേശിച്ചതുപോലെ അനുഭവം നമുക്കുണ്ടാവും. ഇങ്ങനെ സ്ത്രീയുടെ മനസ്സിനെ പറ്റി, പുരുഷന്റെ മനസ്സിനെ പറ്റി, ഇങ്ങനെ ഒരു 28 വയസ്സിൽ മരിച്ചുപോയ ഒരാൾക്ക്, 28 വയസ്സിൽ നമുക്കറിയാം, നമ്മൾ 28 വയസ്സിൽ എന്തെടുക്കായിരുന്നു ഓർത്താൽ മതി വെറുതെ. അപ്പൊ 28 വയസ്സിന്റെ മഹത്വം മനസ്സിലാവും. ഇത് എഴുതി വെച്ചല്ലോ. ലോക ക്ലാസിക്കുകളിൽ ആദ്യത്തെ 10 നോവലുകൾ എടുത്താൽ അതിലൊന്നായിട്ട് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ നിരൂപകന്മാരും, ലോക ഭാഷകളിലെ എല്ലാ പരിണതപ്രജ്ഞരായിട്ടുള്ള എല്ലാ നിരൂപകന്മാരും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് 28 വയസ്സിൽ മരിച്ചുപോയ ഒരു പെൺകുട്ടി എഴുതിയതാണെന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിൽ ഹീത്ത് ക്ലിഫ് എന്ന് പറയുന്ന ഒരു പരുക്കനായ ഒരു മനുഷ്യൻ, അവന്റെ പ്രേമം എത്രയോ കാലം മുമ്പ് എഴുതപ്പെട്ടതായിട്ട് ഇപ്പോഴും ഈ വർഷം അതിനൊരു പുതിയ സിനിമ ഇറങ്ങിയാണ്. നിങ്ങളത് വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. വുദറിംഗ് ഹൈറ്റ്സിന്റെ ഒരു പുതിയ വേർഷൻ, ഒരു സിനിമ ഇറങ്ങിയാണ്. അത് ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇത് സ്ത്രീക്ക് സാധിക്കും എന്ന് ഉറപ്പാണ്. കാരണം ലോക സാഹിത്യത്തിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് പറയുമ്പോൾ അത് എഴുതിയ സ്ത്രീയാണ്. ഇപ്പൊ സിൽവിയ പ്ലാത്ത് എന്ന് പറഞ്ഞാൽ, വിർജീനിയ വുൾഫ് എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് വേണം ആ പേര് കേൾക്കാൻ. അത്രയും ഗംഭീരകളാണ്. ഈ 2 പേരുകൾ ഞാൻ പറഞ്ഞത് അവർ ആത്മഹത്യ ചെയ്ത എഴുത്തുകാരികളായതുകൊണ്ടാണ്. സിൽവിയ പ്ലാത്തും വിർജീനിയ വുൾഫും ഒക്കെ അതിഗംഭീരകളായ എഴുത്തുകാരി ആയിരിക്കെ അവര് നമ്മുടെ കേരളം പോലെയോ ഇന്ത്യ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങൾ പോലെയോ സ്ത്രീകളുടെ നിലയിൽ പിന്നോക്കമൊന്നും അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന വളരെ പുരോഗാമികളായിട്ടുള്ള, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടവരായിട്ട് പോലും അവർക്ക് ഈ സർഗാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ എനർജി സമൂഹത്തിന്റെ നടുക്ക് അതും കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വന്നു എന്നുള്ളത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ മുന്നോട്ടേക്ക് ഇതും കൊണ്ട് വരാൻ പറ്റാത്തത് എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ്. നമുക്കത് മനസ്സിലാവും. മലയാളത്തിൽ രാജലക്ഷ്മി എന്ന് പറയുന്ന മാതൃഭൂമി ആഴ്ച ഞാൻ ചെയ്യുന്ന ജോലി അതിനു മുമ്പ് ചെയ്ത MT വാസുദേവൻ നായർ സാർ ചെയ്യുമ്പോഴാണ് ഒരു വഴിയും കുറെ നിഴലുകളും എന്ന് പറയുന്ന നോവൽ ഇടയ്ക്ക് വെച്ച് അവർ നിർത്തുന്നത്. ഇനി എനിക്കിത് ഞാൻ എഴുതുന്നില്ല, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്ററിയിപ്പുകളൊന്നുമില്ലാതെ നോവൽ എഴുതി നിർത്തുകയാണ്. അവര് ഈ ലോകത്തോടും കാലത്തോടും വിട പറയുകയാണ്. എഴുത്തുകാരിയെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ക്രൂശിക്കുന്നതെന്നും മാറി നിന്ന് കുത്തുന്നതെന്നും അവളെ മുന്നോട്ട് നടക്കാൻ പറ്റാത്ത വിധത്തിൽ കൂച്ചുവിലങ്ങിടുന്നതെന്നും ഉള്ളതിന്റെ സത്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ എഴുത്തുകാരികളിലൊക്കെ നമ്മൾ ചെന്ന് അറിയാതെ മുട്ടും. ഇവർക്ക് പ്രതിഭയുടെ കുറവുള്ളതുണ്ടായിരുന്നില്ല, പ്രശസ്തിയുടെ കുറവുള്ളതുണ്ടായിരുന്നില്ല. ഇവരൊക്കെ എഴുതപ്പെടുന്ന കാലത്ത് തന്നെ മുൻനിരയിലുള്ള എഴുത്തുകാരായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് എന്ന് വീണ്ടും നമ്മുടെ മുമ്പിൽ ഈ ചോദ്യം ഉയർന്നു വരും. മലയാളത്തിൽ നോക്കൂ, ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ എഴുതിയപ്പോൾ വിചാരിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ധാരാളമായ അത്തരം നോവലുകൾ എഴുതപ്പെടുന്നതാണ്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പത്രാധിപന്മാര്, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അക്കാലത്തെ ഏറ്റവും വലിയ എഴുത്തുകാരൊക്കെ അവരുടെ സഹോദരന്മാരെ പോലെ സുഹൃത്തുക്കളായി. പക്ഷേ അഗ്നിസാക്ഷിയിലൂടെ അവർ അവതരിപ്പിച്ച ഈ നമ്പൂതിരി സമുദായത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ, ഒരു പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടാകും. പിന്നെയും അവർ നല്ല ചെറുകഥകൾ എഴുതി, വേറെയും പുസ്തകങ്ങൾ എഴുതി. പക്ഷെ ഇത്രയും മഹത്തുള്ള അഗ്നിസാക്ഷി വായിച്ചവർ നിങ്ങൾക്ക് അത് സിനിമയിലും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. രജത് കപൂറൊക്കെ അഭിനയിച്ചിട്ടുള്ള അതിഗംഭീരമായ സിനിമ ശ്യാം പ്രസാദ് സംവിധാനം ചെയ്ത് മലയാളത്തിൽ വന്നു. ശോഭന നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ. അതെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരു വീട്ടമ്മ അടുക്കളയിൽ പെരുമാറുന്ന ഒരു പാവം അന്തർജനാണ് അവർ വലിയ ജോലികളും ചെയ്തിട്ടുള്ള ആളല്ല. തന്റെ കറിപ്പാത്രത്തിൽ കറിക്കരിയാവുന്ന കത്തികളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ചെറിയൊരു ചെപ്പിൽ ഒരു കുറ്റിപ്പെൻസിൽ കൂടിയിട്ടാണ് അവർ അടുക്കളയിൽ പെരുമാറിയത്. സമയം കിട്ടുമ്പോൾ ആ കുറ്റിപ്പെൻസിൽ എടുത്തിട്ട് കടലാസിൽ ഈ മഹത്തായ നോവൽ, വെറുതെ നിങ്ങൾ കാണുന്ന ഫേസ്ബുക്കിലെ കുറിപ്പൊന്നുമല്ല, ഈ മഹത്തായ മലയാളത്തിലെ എക്കാലത്തെയും മഹത്തായ നോവലിന്റെ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ മുറി കുറ്റിപ്പെൻസിൽ എടുത്ത് എഴുതുകയായിരുന്നു. ഇത് എഴുതാതിരിക്കാൻ സാധിക്കുകയില്ല. എന്റെ സമുദായത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന, പുരുഷാധിപത്യ ലോകത്ത് സ്ത്രീ അനുഭവിക്കുന്ന ഒരു ജീവിതം, പിന്നെ ചില സമുദായങ്ങളുടെ അകത്ത് ഇതിപ്പോ ഇരട്ട തടങ്കാണ്. ഒരു തടങ്കലിന്റെ ഉള്ളിൽ മറ്റൊരു തടങ്കൽ അനുഭവിക്കുന്ന പോലെയാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയും ചില വിധി പ്രസ്താവിക്കില്ലേ. വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് തൽക്കാലം രണ്ടും കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ സ്ത്രീ ആയിരിക്കുക എന്നുള്ള ഒരു പ്രാതികൂല്യം, ഒരു പ്രതികൂലാവസ്ഥ ആദ്യം അതിനകത്ത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒരു ജാതിയുടെയോ, ഇപ്പം അന്തർജനത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് ബ്രാഹ്മണ സമൂഹമാണ്. അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ പുരുഷന്മാരെ ഏർപ്പെടുത്തുന്ന ഒരു അധികമായിട്ടുള്ള കൂച്ചുവിലങ്ങ് അല്ലെങ്കിൽ തടവ്, അത് സഹിക്കാനാവുന്നതിലും അപ്പുറം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ആണുങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല.
പെണ്ണുങ്ങൾ എന്താണ് സഹിക്കുന്നതെന്ന് അറിയെങ്കിൽ നമ്മൾ ദീർഘയാത്രയ്ക്ക് നമ്മുടെ ഭാര്യ മൂത്രമൊഴിക്കാൻ പറ്റുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി. എവിടെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ സുഖമായിട്ട് പോയി മൂത്രമൊക്കെ ഒഴിച്ച് വരുമ്പോൾ ഇവരിതിങ്ങനെ സഹിച്ച ചെറിയ കാര്യം, ഒരു ശാരീരികമായ ഒരു ആവശ്യത്തിന്റെ കാര്യം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡിനെ പറ്റി പറയുക. അതങ്ങനെയാണ് എങ്കിൽ മനുഷ്യനെ ഒന്നാകെ കുലുക്കുന്ന, പിടിച്ചുലയ്ക്കുന്ന അതിഭീകരമായ വൈകാരിക സംഘർഷങ്ങളുടെ സമയത്ത് സ്വതേ വൈകാരികമായിട്ട് പുരുഷനേക്കാൾ കൂടുതൽ എലാസ്തികതയുള്ള ഈ സ്ത്രീ ജന്മം എത്രമാത്രം അതിനകത്ത് ഞെരുങ്ങുന്നുണ്ടാവും എന്ന് പലപ്പോഴും പുരുഷന്മാര്, സമൂഹം എന്ന് പൊതുവിലും പുരുഷന്മാര് വിശേഷിച്ചും ആലോചിക്കുക പോലെ. എന്ന് മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെ പ്രകാശനത്തിലൂടെ, എന്തെങ്കിലും തരത്തിലുള്ള ആത്മപ്രകാശനത്തിലൂടെ പുറത്തേക്ക് വരുന്ന സ്ത്രീയെ കുത്താനും ചവിട്ടാനും പുരുഷന്മാരോടൊപ്പം ഇതര സ്ത്രീകളും കൂട്ടുനിൽക്കും എന്നുള്ളത് ഒരുപക്ഷെ എനിക്കൊക്കെ ഇനിയും ഭാവിയിൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അത് അത്ഭുതകരമായ കാഴ്ചയാണ്. അതായത് പുരുഷന്റെ മനസ്സോടെ, ഈ വേട്ടമൃഗത്തിന്റെ മനസ്സോടെ ആക്രമിക്കാൻ നിൽക്കുന്ന പുരുഷ സമൂഹത്തിന്റെ ഒപ്പം തങ്ങളുടെ സഹജാതയായിട്ടുള്ള, തങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന, തങ്ങളുടെ ദുഃഖത്തെയും വേവലാതികളെയും കുറിച്ച് സധൈര്യം എഴുതുന്ന ഒരു സ്ത്രീയെ കുത്തുവാനും ഉപദ്രവിക്കാനും സ്ത്രീവേഷം കെട്ടിയ കുറച്ച് വ്യക്തികളും കൂടി പിന്നാലെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് രാജലക്ഷ്മിക്ക്, സിൽവിയ പ്ലാത്തിന് എല്ലാം ഇങ്ങനെ ഈ ജീവിതം കടുത്തതാണ് എന്ന് തോന്നുകയും എഴുത്തില്ലാതെ ജീവിക്കാൻ വേണ്ടി, നമുക്ക് എഴുത്തില്ലാതെ ജീവിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കേണ്ടത്, എഴുതാതിരുന്നാൽ പോരെ എന്ന്. പക്ഷേ സർഗാത്മക സിദ്ധിയുള്ള ഒരാളോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണത് പ്രകടിപ്പിക്കാതെ. ഇപ്പം ഉസ്താദ് സാക്കിർ ഹുസൈൻ തബലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ 10 വിരലുകൾ മുറിച്ചു കളഞ്ഞിട്ട് തബലയുടെ മുമ്പിൽ ഇരുത്തി എങ്ങനെ ഉണ്ടാവും? അദ്ദേഹത്തിന്റെ ഉള്ളിൽ താളങ്ങൾ പെരുകി നിറയുന്നു. അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുള്ള അസംഖ്യം ചൊൽക്കെട്ടുകൾ, താളങ്ങൾ ഉള്ളിൽ നിറയുമ്പോൾ കൊട്ടാൻ കൈയില്ലാതിരുന്നാൽ, വിരലുകൾ ഇല്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എഴുത്തുകാരനായിരിക്കും അതിന് സാധ്യമല്ലെങ്കിൽ. അതുകൊണ്ടാണ് മഹാനായ ഹെമിംഗ്വേ തന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച അതേ തോക്കെടുത്ത് സ്വയം നെഞ്ചിലേക്ക് വെടിവെച്ച് മരിച്ചുപോയത്. നോബൽ പ്രൈസ് കിട്ടിയ ലോകത്തിലെ ഏറ്റവും ഗംഭീരനായ എഴുത്തുകാരൻ എന്ന് എല്ലാവരും ഒരേ സമയത്ത് പുകഴ്ത്തി ഹെമിംഗ്വേ മരിച്ചുപോയത് എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അസുനാരി കാവബാത്ത ചൈനക്കാരനാണ്, ജപ്പാൻകാരൻ. അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ പറഞ്ഞ് ഞാൻ എഴുത്തുകാരിയെ പേടിപ്പിക്കുകയല്ല. കാരണം ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സംഭ്രമം എന്താണെന്ന് എൻ്റെ സഹോദരിക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ വേദിയിട്ട് പറയാം. ഇത് പെണ്ണിന് മാത്രമല്ല ആണിനും ഇത് നേരിടേണ്ടി വരുമ്പോൾ പെണ്ണിന് എത്രമാത്രമായിരിക്കും ഇതിൻ്റെ ആഘാതം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ മലയാളത്തിൽ ആദ്യം ഒരു നോവൽ എഴുതി, ഊത് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഷമീര രണ്ടാമതൊരു നോവലിന് ധൈര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിൽ, എൻ്റെ അനുജത്തിയിൽ അങ്ങനെ എഴുതേണ്ടുന്ന ഒന്ന് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് മനസ്സിലായി. ഇത് എഴുതിയാൽ തീരാത്ത, ഒരു പുസ്തകം കഴിഞ്ഞിട്ടും പറ്റാത്ത, ഇനിയും എനിക്ക് എഴുതാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന. ഇപ്പം ഈ ഹീല എന്ന് പറയുന്ന നോവലിൻ്റെ ഒടുക്കം ഒരു സ്വഗതാഖ്യാനം പോലെ ഒരു ചെറിയ പാരഗ്രാഫിലാണ് ആ നോവല്, 26 അധ്യായം നോവൽ അവസാനിക്കുന്നത്. അതിനകത്ത് പറഞ്ഞത് ഞാൻ കണ്ടുമുട്ടിയ സ്ത്രീകളെ പറ്റി എനിക്ക് ഇനിയും എഴുതാനുണ്ട്. ഞാൻ ഈ എഴുത്തുകാരി ഒരുപക്ഷെ പിന്നെയും വന്നേക്കും ഇത് എഴുതാൻ എന്ന് പറഞ്ഞിട്ടാണ് നോവൽ അവസാനം. നിങ്ങളത് വായിച്ച് അവസാനിപ്പിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. 26 അധ്യായങ്ങളിലായിട്ട് ഓരോ അധ്യായങ്ങളിലും അത്ഭുതകരമായിട്ട് നമ്മൾ ഇതുവരെയും കേൾക്കാത്ത സ്ത്രീ ജീവിതങ്ങളെ പറ്റി വീണ്ടും വീണ്ടും വാദവരാതെ എന്ന പോലെ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അധ്യായം ഒരു പെൺകഥാപാത്രത്തെ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ പണ്ട് കാലം മുതലേ കേൾക്കും നാടകത്തിൻ്റെയൊക്കെ ലക്ഷണം വായിക്കുമ്പോൾ ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശൻ, ധരാപാലൻ, രാധാകൃഷ്ണനൊക്കെ അറിയായിരിക്കും. നായകൻ, 5 സന്ധികൾ, അതിഖ്യാതം കഥാവസ്തുവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലക്ഷണം തന്നെ പറയുക. നായകൻ ധീരോദാത്തനായിരിക്കണം, അതിപ്രതാപ ഗുണവാനായിരിക്കണം, വിഖ്യാത വംശജനായിരിക്കണം, ധരാപാലനായിരിക്കണം, രാജാവായിരിക്കണം, കുറഞ്ഞൊരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ നാടകത്തിലേക്ക് പ്രവേശനമുള്ളൂ, ഇയാളെ അവതരിപ്പിക്കാൻ പറ്റും. അവിടെ അങ്ങനെയൊന്നും അല്ലാത്ത ആളുകൾക്കും ജീവിതമുണ്ട് എന്ന് ആണുങ്ങൾ പണ്ടേ തെളിയിച്ചു. ഇപ്പൊ തോട്ടിയുടെ മകൻ മലയാളത്തിൽ വന്നപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള അതാണ് പറഞ്ഞത്. നായക സ്ഥാനത്ത് ഈ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന ഈ വിഖ്യാതന്മാരുടെ ഇടയിൽ ഒരു തോട്ടിപ്പണി ചെയ്യുന്ന ആളുടെ മകനെയും ഇരുത്താൻ എനിക്ക് ധൈര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. ഇഷ്കുമുത്തു, ചുടലമുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതുവരെയും സാഹിത്യത്തിൽ കേൾക്കാത്ത, നമ്മൾ നോവലിലും സിനിമയിലൊക്കെ പേരിടുമ്പോൾ ജയദേവൻ അങ്ങനെയൊക്കെ നല്ല പേരുള്ള ഭംഗിയുള്ള പേരുകൾ ഇടാറ്. അവിടെ ഇശുക്കുമുത്തു, ചുടലമുത്തു എന്നൊക്കെ പറഞ്ഞ പേരുകൾ ഒരു മുഷ്കു മണത്തോടെ പ്രത്യക്ഷപ്പെടുകയാണ് മലയാള നോവൽ. 50, 60, 70 വർഷം മുമ്പുള്ള കാര്യമാണ്. അവർക്കും ജീവിതമുണ്ടെന്നും അവരെയും മലയാള സാഹിത്യത്തിന്റെ മുഖ്യധാര അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നും തിരിച്ചറിഞ്ഞ വലിയ എഴുത്തുകാർ നമ്മുടെ ഭാഷയിലുണ്ടായി. മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും. എല്ലാം ഈ പറഞ്ഞ പോലെ CV രാമപിള്ളയൊക്കെ ഇങ്ങനെ ഘനഗംഭീരമായ ഭാഷകൾ കൊണ്ട് രാഗി മിനുക്കിയതുകൊണ്ട് ഇങ്ങനെ ശബ്ദശില്പങ്ങൾ, അക്ഷരശില്പങ്ങൾ, ഗോപുരങ്ങൾ തന്നെ തീർത്തുകൊണ്ടിരുന്നപ്പോൾ പാത്തുമ്മയുടെ ആട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ
എൻ്റെ പെങ്ങൾ പാത്തുമ്മയ്ക്ക് ഒരു ആടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കഥ. പക്ഷേ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായത് മാറുന്നു. എന്തുകൊണ്ട്? ഇതുവരെയും നമ്മൾ വായിച്ചിട്ടില്ലാത്ത ജീവിതങ്ങൾ പെട്ടെന്നിതാ ഒരു പാത്തുമ്മ, ഫാത്തിമ എന്നുള്ള പേരാണ് നമ്മുടെ മലയാളി പാത്തുമ്മ എന്ന് വിളിക്കുന്നത്. അത് ഫാത്തിമയുടെ ആടെന്നല്ല പറഞ്ഞത്. എൻ്റെ ഉപ്പക്കൊരു ആനയുണ്ടാർന്ന് എന്നാണ്. അത് ഇംഗ്ലീഷിലായപ്പോൾ മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ആൻ എലഫന്റ് എന്നൊക്കെ ആക്കി. എൻ്റെ ഉപ്പക്കൊരു ആനയുണ്ടാർന്ന് എന്നുള്ള ആ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു സ്ലാങ്ങിനെ പ്രതിഷ്ഠിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ ശ്രീകോവിൽ കൊണ്ടുവരുന്ന ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും അധസ്ഥിതിന് കയറാൻ പറ്റില്ല. യേശുദാസിനെ പോലെ മഹാനായ ഒരാൾക്ക് ഇപ്പോഴും കയറാൻ പറ്റില്ല, നമുക്കറിയാം. അത് നടന്നിട്ടില്ല, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നിട്ടില്ല. അത് നിൽക്കട്ടെ, വലിയ പാട്ടുകാരനൊക്കെ ആയിരിക്കും, പക്ഷെ പുറത്ത് നിൽക്കട്ടെ എന്ന് പറയുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള ഇടുങ്ങിയ ചുരുങ്ങിയ ചെറിയ മനസ്സ് ഇപ്പോഴും നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭൂമിയിൽ, ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ മാനദണ്ഡങ്ങളിലും മുന്നിലുള്ള നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് ഓർക്കണം. അവിടെയാണ് ബഷീർ ഈ അത്ഭുതം കാണിച്ചത്. മതിലുകൾ എന്ന് പറഞ്ഞ കൃതി എടുത്താൽ, ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതി എടുത്താൽ, ലോക സാഹിത്യത്തിലെ ഏത് മഹാകൃതികളോടും തുല്യം നിൽക്കുന്നതാണ്. അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു സംശയവും വേണ്ട അതിനകത്ത്. അതിൻ്റെ ഭാഷയിൽ സംസ്കൃതമില്ലായിരിക്കും, അതിൽ പണ്ഡിതോചിതമായിട്ടുള്ള അതിഗംഭീര വാചകങ്ങൾ നിറനിറയായിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ബഷീർ ഒന്നും കൂട്ടുമ്പോൾ ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് പറയുമ്പോൾ മനുഷ്യാവസ്ഥയെ പറ്റിയുള്ള സത്യസന്ധമായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ട് നമ്മളത് കേൾക്കുന്നു. മാവിൻ്റെ മുകളിൽ കയറുന്ന തൻ്റെ കൂട്ടുകാരനോട് താഴെ നിൽക്കുന്ന സുഹ്റ, അവിടെ നിനക്ക് എന്തൊക്കെ കാണാം, മക്കം കാണാമോ എന്ന് ചോദിക്കുമ്പോൾ മക്കം മാത്രമല്ല മദീനത്തെ പള്ളിയും കാണാം എന്ന് മജീദ് താഴേക്ക്, ഈ തലവലപ്പറമ്പിലൊരു മാവിൻ്റെ മുകളിലാണ്, മക്കം മാത്രമല്ല എനിക്ക് മദീനത്തെ പള്ളിയും കാണാം എന്ന് അവൻ വിളിച്ചു പറയുന്നു. ഇങ്ങനെ ഭാവന കൊണ്ട് നമ്മുടെ ലോക്കൽ അതിർത്തികളെ, നമ്മുടെ പ്രാദേശികമായ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് ലോകത്തേക്ക് പറന്ന സർഗാത്മക ഊർജത്തിൻ്റെ ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. അവിടെയാണ് ഹീല എന്ന് പറയുന്ന തൻ്റെ 2ാമത്തെ നോവലുമായിട്ട് ഷമീന വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെപ്പോലെയുള്ള ഒരു പത്രപ്രവർത്തകന്, എന്നെപ്പോലെയുള്ള ഒരു മുതിർന്ന എന്ന് വെച്ചാൽ പ്രായം കൊണ്ടാണ്, ഇത് പ്രായം കൊണ്ട് അളക്കാവുന്നതല്ല ക്രിയേറ്റിവിറ്റി, അതുകൊണ്ടാണ് പ്രായം കൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. എത്രമാത്രം ആഹ്ലാദകരമാണ് എന്ന് ഞാൻ പറയുന്നു. ഹീല എന്നുള്ള വാക്കിന് ഷമീന അതിൻ്റെ ആദ്യത്തെ തൻ്റെ ആമുഖക്കുറിപ്പിൽ അതിൻ്റെ പദനിഷ്പത്തിയെ പറ്റി പറയുന്നുണ്ട്. അറബിയിലും പേർഷ്യനിലും ആ വാക്കിന് അർത്ഥം പ്രത്യാശ എന്നാണ്, പ്രതീക്ഷ, ഹോപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. സംസ്കൃതത്തിൽ അതിന് അതിജീവിച്ചവൾ അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കുന്നവൾ അല്ലെങ്കിൽ പ്രകാശമുള്ളവൾ എന്ന് മറ്റൊരു ഭാഷയിലുണ്ട്. അങ്ങനെ 3, 4, 5 ഭാഷകളിൽ ഹീല എന്നുള്ള ഈ പെൺ നാമത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അധമനായിട്ടുള്ള ഒരു പുരുഷനാൽ അപായകരമാം വിധം മുറിവേൽപ്പിച്ച് മൃഗം ചെയ്യുന്നത് പോലെ ചെയ്യപ്പെട്ട ഒരു ബലാത്സംഗത്തിന് ശേഷം അവൾ തൻ്റെ പ്രാണനും തൻ്റെ ജീവിതവും കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൃശ്യത്തിലാണ് ആ നോവല് തുടങ്ങുന്നത്. നമ്മൾ കരുതും അവിടെയാണ് ഹീൽ ആരംഭിക്കുന്നത്. ഒരു മുറിവുണക്കൽ, ഒരു മോചനം, ഒരു പൊറുക്കൽ എന്നുള്ള വാക്കാണ് ഞങ്ങൾ പ്രാദേശികമായിട്ട് പൊറുക്കൽ എന്ന് പറയും. മുറിവ് പൊറുക്കും എന്ന് പറയും. പൊറുക്കുക എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. മുറിവ് പൊറുക്കുമ്പോൾ നമ്മൾ പൊറുക്കും എന്ന് പറയും. ഒരു തെറ്റ് നമ്മളോട് ചെയ്ത ആളോട് നമ്മൾ പൊറുക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അതിന് നമ്മൾ പൊറുക്കുക എന്ന് പറയും. പൊറുക്കുക എന്നുള്ള വാക്കിൽ അതുകൊണ്ട് പൊറുക്കൽ ഉണ്ടെങ്കിലും മറക്കലില്ല. കാരണം മുറിവിൻ്റെ വൂണ്ടിൻ്റെ പാടെപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതുകൊണ്ടാണ് പൊറുക്കുക എന്നുള്ള വാക്കിന് ധ്വനി കൂടുതലുള്ളത്. നമ്മൾ പൊറുത്തു, അവൻ എന്നോടൊരു തെറ്റ് ചെയ്തു, ഞാൻ അവനോട് പൊറുത്തു എന്ന് പറഞ്ഞാൽ പൊറുത്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മറന്നു എന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പൊറുത്താലും നമ്മൾ മറക്കില്ല. പ്രത്യേകിച്ചും എഴുത്തുകാരൊന്നും തീരെ മറക്കില്ല. അത് അവരുടെ ഉള്ളിൽ വടുക്കെട്ടി കിടക്കും. അപ്പൊ അങ്ങനെ പുറത്ത് എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീ, നിലം പരിശാക്കപ്പെട്ട ഒരു പെണ്ണ്, തന്റെ ശരീരത്തിന്റെ എല്ലാ വേദനകളും തന്റെ ആത്മാവിന്റെ ഓക്കാനവും, അവൾക്ക് ഓക്കാനം വന്നു എന്ന് അതിനകത്ത് പലപ്പോഴും പറയുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് ലംബമായിട്ട് നിൽക്കുകയാണ്. ഏതുപോലെ ഈ ജന്തുമൃഗാദികളിൽ നിന്ന് എങ്ങനെയാണോ മനുഷ്യൻ ആദ്യകാലത്ത് എഴുന്നേറ്റ് നിന്ന് മനുഷ്യനായത് എന്നതുപോലെ. ഇപ്പൊ നമ്മള് സംസ്കൃതത്തിൽ തിര്യക്ക് എന്ന് പറയും. ഈ ആടുമാട് പട്ടി പോത്തിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് തിര്യക്ക് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, തിര്യക്ക് എന്ന് പറയും. തിര്യക് ജാതി, തിര്യക് യോനി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് തിരശ്ചീനമായിട്ട് ഗമിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം. തിരശ്ചീനമായിട്ടെന്ന് വെച്ചാൽ പാരലായിട്ട്, ഭൂമിക്ക് പാരലായിട്ട് ഗമിക്കുന്നത്, സഞ്ചരിക്കുന്നത് അതിന്റെ അർത്ഥം. ആ ഗമിക്കുന്ന വെച്ചാൽ അതിന്റെ വായു മുതൽ മലദ്വാരം വരെയുള്ള അതിന്റെ ആന്തരിക അവയവങ്ങളുടെ ആ ലൈനിങ് അത് ഭൂമിക്ക് സമാന്തരമായിട്ടാണ്, പാരലായിട്ടാണ്. അതുകൊണ്ടാണ് തിര്യക്ക് എന്ന് പറയുന്നത്. അതങ്ങനെയാണ് പോവുക. അതിനർത്ഥം ഭക്ഷിക്കാനുള്ള വായു മുതൽ ഇണചേരുവാനുള്ള അവയവങ്ങൾ വരെ ഒരേ ലെവലിലാണ് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതെല്ലാം ഒരേപോലെ കണക്കാക്കുന്നു
തീറ്റസാധനം എടുക്കുന്നത് പോലെ തന്നെ ഇണചേരുന്നു, സന്തതി ഉൽപ്പാദിപ്പിക്കുന്നു, വിസർജിക്കുന്നു, ആഹാര ഉപാപചയ പ്രവർത്തനങ്ങൾ അനുസരിച്ച് നടക്കുന്ന എല്ലാം ഒറ്റ ലെവലിലാണ് അതിനകത്ത്. എന്നാൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ 4 കാലിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ലംബമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. തലയാണ് മനുഷ്യന്റെ ഉത്തമാംഗം എന്ന്, പ്രഥമാംഗം, ദ ഫസ്റ്റ്. നമ്മുടെ അവയവങ്ങളിൽ, ഓർഗനുകളിൽ പലപ്പോഴും ആണുങ്ങൾ ധരിക്കുന്ന പോലത്തെ ഒരു ഓർഗൻ അല്ല, തലയാണ് പ്രധാനപ്പെട്ട അവയവം എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയപ്പോഴാണ് ചരിത്രം ആരംഭിക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്നു, ആകാശത്തേക്ക് തല ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ നിന്നപ്പോഴാണ് ചരിത്രം ആരംഭിച്ചത്. ആ എഴുന്നേറ്റ് നിൽക്കലിലാണ് മനുഷ്യ ചരിത്രം ആരംഭിച്ചത്. സ്ത്രീ പക്ഷേ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. സ്ത്രീയെ എഴുന്നേറ്റ് നിൽക്കാൻ സാധാരണഗതിയിൽ പുരുഷൻ സമ്മതിക്കുകയുമില്ല. കാരണം എഴുന്നേറ്റ് നിൽക്കുന്ന സ്ത്രീയെ ആണിന് പേടിയാണ്. ഇരിയടി അവിടെ എന്നുള്ളതാണ് അതിൻ്റെ അടക്കി നിർത്താനുള്ളൊരു വാക്ക്. ഇരിക്കടി അവിടെ എന്നാണ്. നമ്മുടെ സിനിമകളിൽ, എത്രയോ സിനിമകളിൽ, മലയാള സിനിമകളിൽ ഈ പുതിയ തലമുറ വരുന്നത് വരെയും ആണിനോട് എതിരിടാൻ ധൈര്യപ്പെടുന്ന പെണ്ണിനെ കർണക്കുറ്റിക്ക് അടിച്ചിട്ട് ഒതുക്കുന്ന സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരടി കൊടുക്കുമ്പോഴേക്കും അവള് എല്ലാം മനസ്സിലായി തിരിഞ്ഞു സാർ സോറി പറഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഇവിടെ ഉറപ്പിക്കുവാൻ, അരക്കെട്ട് ഉറപ്പിക്കുക, ഈ തോന്നലിനെ അരക്കെട്ട് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കലാകാരന്മാരായ പുരുഷന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അവിടെയാണ് സ്ത്രീകൾ നിശബ്ദരായി പോയത്. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ശബ്ദം ഉണ്ട് എന്ന തോന്നൽ പോലും ഇല്ലാതെ അത് അടഞ്ഞുപോയത്. ലളിതാംബിക അന്തർജനത്തെ പറ്റി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ചട്ടക്കൂട്ടിലാണെന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കേണ്ടതില്ല. അത് ലോകത്തിലെ മുഴുവൻ സ്ത്രീകളും അങ്ങനെയാണ്. ഈ സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ മതങ്ങളൊക്കെ ഒന്നാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് പഴയ മറക്കുട ഏന്തിയ അന്തർജന സ്ത്രീകളുടെയോ പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല. പെണ്ണിന്റെ കാര്യം പറയുമ്പോൾ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന, അറിവ് നേടുന്ന, ആത്മപ്രകാശം സൃഷ്ടിക്കുന്ന പെണ്ണിനെ പറ്റി പറയുമ്പോൾ എല്ലാ മതങ്ങളും ഒരേപോലെയാണ്. അതിന്റെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മലാല യൂസഫ് സായി എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പെൺകുട്ടി, അവള് താലിബാനെതിരെ ഫൈറ്റ് ചെയ്ത സ്ത്രീയാണ്, നമുക്കറിയാം. ഐ ആം മലാല, ഞാൻ മലാല എന്ന് പറയുന്ന നല്ലൊരു ആത്മകഥ എഴുതിയ കുട്ടിയാണ്. അവളിപ്പോൾ യുവതിയായി. അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് വെടിയുണ്ടേറ്റ് കണ്ണും നെഞ്ചും തകർന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു കുട്ടിയാണ്. അവൾ എഴുതിയ ഐ ആം മലാല എന്ന ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള സമാധാനത്തിലുള്ള നോവൽ പ്രൈസ് കിട്ടിയ കുട്ടിയാണ്. അവള് ലോകത്തിന് നടുക്ക് നിർത്തേണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പുസ്തകം ആനന്ദ് നികേതൻ എന്ന് പറയുന്ന നമ്മുടെ അഹമ്മദാബാദിലെ ഒരു സ്കൂളില് ലൈബ്രറിയിൽ, സിലബസിലല്ല ലൈബ്രറിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് VHP കേസ് കൊടുക്കുകയും ആ പുസ്തകം ആ ലൈബ്രറിയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടി DEO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറെ കൽപ്പിക്കുകയും അങ്ങനെ ആ പുസ്തകം മാറ്റുകയും 10,000 രൂപ പിഴയിടുകയും ചെയ്തു. അത് പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി മഴ പെയ്ക്കണുണ്ടോ? ഇത് മുങ്ങിപ്പോകണം. നിങ്ങളൊരു മാധ്യമത്തിൽ 1-ാം പേരിൽ ഇത് വായിച്ചിട്ടില്ല. കാരണം ഇതൊന്നും പുറത്തേക്ക് വരരുതെന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട്? അവർ പറയുന്നത് മുസ്ലിം നാമധാരിയുടെ പുസ്തകമൊന്നും ഇങ്ങനെ പഠിപ്പിക്കേണ്ടെന്നാണ് പാവപ്പെട്ട വിവരമില്ലാത്ത ഈ VHP പറയുന്നത്. അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ ജന്മത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനും പോകുന്നില്ല. അത് ഒരു മത തീവ്രവാദത്തിനെതിരെ പോരാടിയ ഒരു പെൺകുട്ടിയുടെ ആത്മകഥയാണ് എന്ന് മനസ്സിലാക്കിയാൽ സാധാരണഗതിയിൽ ഈ BJP സന്തോഷം ഉണ്ടാവേണ്ടതല്ലേ? കൊള്ളാം, ഇത് വരട്ടെ, പഠിക്കട്ടെ എന്നല്ല എഴുതാം. പക്ഷെ അവരത് നിരോധിച്ചെന്താ വെച്ചാൽ ഈ മത തീവ്രവാദത്തോട് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴൊക്കെ ലോകത്തിലെ എല്ലാ മത തീവ്രവാദ സംഘങ്ങളും ഒന്നാണെന്നുള്ളതിന് തെളിവാണ്. കാരണം മത തീവ്രവാദികളോട് എതിരിട്ട് നോബൽ പ്രൈസ് മേടിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിത കഥ ഇന്ത്യയിലെ കുട്ടികൾ വായിച്ചാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളും ചെറിയ കുട്ടികളും വായിച്ചാൽ, അവർ ഇന്ത്യയിലെ സമമായിട്ടുള്ള മത തീവ്രവാദത്തിനെതിരെ പ്രതിരോധിക്കും. മനസ്സിലായോ? അപ്പൊ അവരൊന്നാ. ഇവിടുത്തെ മത തീവ്രവാദം എന്താണെന്ന് നമുക്കറിയാം. ഗുജറാത്തിലെ, ഇന്ത്യയിലെ എന്താണ് തീവ്രവാദം എന്ന് നമുക്കറിയാം. അപ്പൊ മലാലയുടെ കഥ നമ്മുടെ കൊച്ചുങ്ങൾ വായിച്ചാൽ കൊള്ളാൽ, ഇതിനെതിരെ പ്രതിരോധിക്കാൻ പറ്റില്ല, ഒരു പെൺകുട്ടിക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ഇവിടുത്തെ കുട്ടികൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് അവരത് നിരോധിക്കാൻ പറഞ്ഞു. നോക്കൂ, അപ്പോൾ 2 മതങ്ങൾ ഒന്നാണ് നമുക്ക് മനസ്സിലായില്ലേ? ഈ മൗലികമായ എഴുന്നേറ്റ് നിൽപ്പിനെ, എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടികളെ എല്ലാ മതത്തിനും പേടിയാണ്. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന വ്യത്യാസമൊന്നുമില്ല, ജൂത, പാഴ്സി ഒന്നും വ്യത്യാസമില്ല. ചോദിക്കാൻ ധൈര്യപ്പെടുന്ന കുട്ടിയെ, ഇത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും മതത്തിന് ഭയങ്കര പേടിയാണ്. അത് ഈ നോവലിൽ സഭ്യമായ രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒരു വിജയം, പല വിജയങ്ങളിലൊന്നാണ് എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനൊരു പുസ്തകം എഴുതാൻ സാധിച്ച എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിക്ക് ഭാവിയിലും ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ ചെറിയ മനുഷ്യരുടെ ചെറിയ ഊച്ചാളിത്തരങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ലോകത്തിൽ വലിയ സ്ത്രീകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ആ പരമ്പരയിൽ നമ്മുടെ മുമ്പിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന ഇവർക്കും ഒരു സ്ഥാനം, ഒരു കസേര, സിംഹാസനം ഉണ്ടാകും
എന്നുള്ള പ്രതീക്ഷയിൽ ചേട്ടനായതുകൊണ്ട് ഒരു അനുഗ്രഹത്തോടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.